എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ കുറുവാ സംഘത്തെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവർ തമിഴ്നാട് സ്വദേശികളാണ്. എന്തായാലും എന്താണ് കുറുവാ സംഘം, എങ്ങനെയാണ് ഇവരുടെ മോഷണ രീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. പേരിട്ടത് തമിഴ്നാട് ഇന്റലിജൻസ്, അർത്ഥം ആയുധധാരികളായ സംഘം. തമിഴ്നാട്ടിൽ മോഷ്ടാക്കളുടെ കേന്ദ്രമായ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് കൂട്ടത്തിലുള്ളത്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർ കൂട്ടമായെത്തും. പക്ഷേ ഒരു സ്ഥലത്ത് കളവിനിറങ്ങുന്നത് 3 പേർ ഒരുമിച്ച് മാത്രം. കുലത്തൊഴിൽ തന്നെയാണ് കവർച്ച. പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. പാരമ്പര്യമായി കൈമാറി കിട്ടിയ തന്ത്രങ്ങൾ, മെയ്ക്കൊരുത്ത് എല്ലാം സൂക്ഷ്മമായി ഉപയോഗിക്കും. പകൽ ആക്രി പെറുക്കിയും മറ്റും അലഞ്ഞു നടക്കും. വീടുകൾ നോട്ടമിടും. ഇരുട്ടിന് കട്ടികൂടുമ്പോൾ തൊഴിലിനിറങ്ങും. കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന തോർത്തുകൊണ്ട് മുഖം മറച്ചിട്ടുണ്ടാകും. ട്രൗസർ മാത്രമായിരിക്കും വേഷം. പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാൻ ശരീരം മുഴുവൻ എണ്ണയും കരിയും വാരിപ്പൂശും. ആയുധങ്ങൾ കയ്യിലുറപ്പ്. മാരകമായി ആക്രമിക്കാനും മടിയുമില്ല. അപ്പോൾ ഭയം വേണ്ട, ജാഗ്രത മതി. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.